ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ റോസ് വാട്ടറിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു ബോട്ടിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ അടപ്പ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു കത്തി ചൂടാക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. രണ്ട് ടിഷ്യൂ പേപ്പർ ലെയർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച ശേഷം നമ്മൾ കൈ കൊണ്ട് ഒട്ടിക്കാതെ ഈ ബ്രഷ് കൊണ്ട് തന്നെ ഇങ്ങനെ മുകളിൽ വീണ്ടും ഫെവിക്കോൾ തേച്ച് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ പറഞ്ഞു പോരും. അപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ മുത്തുകളൊക്കെ പഴയ മാലയുടെയോ എന്തെങ്കിലുമൊക്കെ സ്റ്റോൺസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് മോളുടെ ഒരു പഴയ ബോയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ താഴെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ച് പഴയ സ്റ്റോൺസ്, അതൊക്കെ പഴയ ഡ്രസ്സിൽ നിന്നും എടുത്തതാട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ പോയതാണ്. സാരമില്ല, നമ്മൾ വേറെ കളർ ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അതുകൊണ്ട് കളർ പോയാലും കുഴപ്പമില്ല. കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റോൺസ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ഇട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മുകളിലും അതുപോലെ തന്നെ സെയിം താഴെ ഉണ്ടായിരുന്ന അതേ ഒരു സംഭവം ഞാൻ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. ഫുള്ളായിട്ടും ബ്ലാക്ക് അക്രിലിക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മുത്തുകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ചേർത്ത് ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സല്ല, നമുക്ക് ആ ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഈർക്കിലും എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പോംപോം പോലെ സാധനമാണ്. അതെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഒരു ബർത്ത്ഡേ ക്യാപ്പിൻ്റെ മുകളിലുണ്ടായിരുന്ന സംഭവമാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈർക്കിൽ നമുക്ക് ആ ബോട്ടിൽ കടക്കാൻ തക്ക പാകത്തിന് ഈർക്കിൽ മുറിച്ചെടുത്തിട്ട് കുറച്ച് ഗ്രീൻ കളർ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി ഈ ഒരു പോംപോംസ് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫെവി ബോണ്ട് വെച്ചിട്ട് ആ ഇർക്കലിൻ്റെ അറ്റത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് ഈ പോംപോംസ് ഓരോന്നായിട്ട് അതിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വൂളൻ ത്രെഡ് വെച്ചിട്ട് പോംപോംസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബോട്ടിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മുത്തുകളൊക്കെ ഒട്ടിച്ചില്ലേ, ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് കുറച്ചൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. മുത്തുകളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫുള്ളങ്ങ് പെയിൻ്റ് അടിച്ച് കൊടുക്കരുത്. ബ്രഷിലേക്ക് കുറച്ച് പെയിൻ്റ് എടുക്കുക. അതിനുശേഷം ഇതുപോലെ പേപ്പറിലേക്ക് ഒന്ന് എക്സ്ട്രാ പെയിൻ്റ് ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതോടെ കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് നിർത്തിയത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പോംപോം സ്റ്റിക്ക് കൂടെ അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ക്യാമറയിൽ ഫസ്റ്റ് അങ്ങോട്ട് ശരിക്കും കാണത്തില്ലായിരുന്നല്ലോ എന്താണ് ബോട്ടിൽ നമ്മൾ ചെയ്തേക്കുന്നുള്ളത്. ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോഴൊക്കെ അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.